സുനിൽ വത്സൻ കണ്ണൂരുകാരനായിരുന്നെങ്കിൽ ശ്രീശാന്ത് എറണാകുളത്തുകാരനാണ്. സഞ്ജു തിരുവനന്തപുരത്തുകാരനാണ്. വടക്ക് നിന്ന് ഇവരെ കേരളം ക്രിക്കറ്റിന്റെ ലോകകപ്പിൽ ഭാഗമായെന്നാണ് ഇതിനർത്ഥം. ഇനി ഇടവേളകളില്ലാത്ത ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ശക്തമായ തുടക്കമായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേരള ക്രിക്കറ്റ് ലീഗ്. ക്രിക്കറ്റ് കളി പോയതിന് ഒരു പകൽ നീണ്ടുവന്ന് വാർഷികതയുണ്ടായിരുന്നു കളിക്കാർക്ക് വേണ്ടി നടന്ന ലേലം. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആ ലേലത്തിൽ അണിനിരത്തിയ 170 കളിക്കാരിൽ നിന്നാണ് 6 ടീമുകൾ തങ്ങളുടെ കളിക്കാരെ സ്വന്തമാക്കി. ബേസ് പ്രൈസിൽ നിന്ന് 9 ഇരട്ടി വരെ തുക നൽകി ജൂനിയറായ കളിക്കാരെ പോലും അവർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് ഓരോ കളിക്കാരെയും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിൽ ഗംഭീരമായ സെലക്ഷൻ നടത്തിയ ഫ്രാഞ്ചൈസികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ കേരളത്തിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന അതിന്റെ ജീവവായുവായ അതിനെ കൊണ്ട് നടക്കുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതും വിലപ്പെട്ടതുമാണെന്ന് മനസ്സിലാക്കും. പാടത്തും പറമ്പിലും തീരത്തൊക്കെയായി ഓലമണലും ഓലപ്പന്തവും ഒക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഭാഗ്യമായിരുന്നു ഞങ്ങളുടെ. ഇതൊക്കെ കേട്ടാൽ ഇന്ന് ക്രിക്കറ്റ് കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരുന്നു. ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു ശാംസൺ വരെ കഴിയപ്പെട്ട ബാറ്റുകളിലൂടെയാണ് കളി പഠിക്കാനാകുന്നത്. ഇന്ന് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും കളിക്കാർക്ക് നൽകുന്നത്. കേരളത്തിലുടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ, നല്ല പരിശീലനം, ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. വനിതാ ഇന്ത്യൻ ടീമിന് ഈ വർഷം 3 വിക്കറ്റുകളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. മിന്നുമണി, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇത് തന്നെ ധാരാളമാണ്. ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇനി ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന് തുടക്കമാകട്ടെ കേരള ക്രിക്കറ്റ് ലീഗ്. നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റ് കളിയുടെ ഓണാഘോഷത്തിന് തുടക്കമിടാം. എല്ലാവർക്കും ആശംസകൾ. ഞാൻ നേരത്തെ പറഞ്ഞോളെ അപ്പൊ ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് കളിക്കാനിറങ്ങിയാണ്. എല്ലാവർക്കും വ്യക്തിക്കൂടി ഞാൻ ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആൻഡ് എല്ലാവർക്കും ഈ ഫ്രാഞ്ചൈസിന്റെ ഓണേഴ്സിന് കളിക്കാൻ പോകുന്ന എല്ലാവർക്കും പ്ലേയേഴ്സിന് ഇനിയും കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് ക്രിക്കറ്റ് സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയമായ ആശംസകൾ പ്രാർത്ഥിക്കുന്നു. Thank you so much, sir. Mohammed, sir, requesting you to please stay back. Thank you so much once again for your